ഈ ഒരു വീഡിയോൻ്റെ ഇൻട്രോ ഭയങ്കര ഹൈപ്പായിട്ട് ഭയങ്കര ഇമോഷണലി ഒക്കെ പറയാൻ മാത്രമൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം പറയാം, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്ത വീഡിയോസിൽ ഭയങ്കരമായിട്ട് സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ വിങ് സെറമണിൻ്റെ വീഡിയോസ്. അതിനുശേഷം ഭയങ്കര സ്പെഷ്യലായിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. ഇനിയും അങ്ങോട്ട് നല്ല നല്ല മൊമെന്റ്സ് സ്പെഷ്യലായിട്ടുള്ളത് ഉണ്ടാവട്ടെ. ഈ ഒരു ടൈം പീരീഡിൽ ഞാൻ ഭയങ്കര സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യുന്ന വീഡിയോസിൽ ഒന്നാണിത്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ 5th മുതൽ +2 വരെ ഉണ്ടായ ഒരു ഫ്രണ്ട്. അപ്പം അത്രയും ക്ലോസ് ആയ ഒരു ഫ്രണ്ടാണ്. ഞാനങ്ങനെ കല്യാണം അധികം കൂടുന്ന ഒരാളല്ല. കല്യാണം എനിക്ക് ഭയങ്കര മടുത്ത ആൾക്കാർ, അടുത്ത ഫാമിലി റിലേറ്റീവ്സ്, അവരൊക്കെ കല്യാണം മാത്രമേ ഞാൻ കൂടാറുള്ളൂ. അതുകൊണ്ട് എല്ലാ കല്യാണങ്ങളിലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പക്ഷേ ഈ ഒരു കല്യാണം എന്ന് പറയുന്നത് എക്സൈറ്റ്മെന്റിനെയും കാട്ടി കൂടുതൽ ഇമോഷണലി എന്നെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു മാരേജാണ്. കാരണം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് അവൾ അപ്കമിങ് ബ്രൈഡായിട്ട് കാണാൻ പറ്റും. ഇന്ന് എനിക്ക് അവൾ ഒരു ബ്രൈഡായിട്ട് കാണാൻ പറ്റും, നാളെ ഒരു വൈഫായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം ഗ്രാജുവലി അവളുടെ ലൈഫിൽ ഓരോ സ്റ്റേജും ഇങ്ങനെ ഇൻക്രീസ് ആയി അപ്ഡേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വിസിബിളി കാണാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. എക്സൈറ്റഡ് ആണ്. അതിനെക്കാട്ടി കൂടുതൽ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാരേജ് ആയിരുന്നു. ഈ ഒരു വീഡിയോയിൽ അവളുടെ മാരേജിന്റെ 60th കല്യാണം, ദെൻ മെഹന്തി മാരേജ്, ഈ 3 ദിവസങ്ങളിലെ കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് ഒരു ചെറിയൊരു വ്ളോഗാക്കി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ എൻഡിങ് എങ്ങനെയായിരിക്കും, സ്റ്റാർട്ടിംഗ് എങ്ങനെയായിരിക്കും, കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഈ ഒരു കല്യാണം എല്ലാ കല്യാണങ്ങളും പോലെയല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ വ്ളോഗ് എടുക്കേണ്ട കാര്യം എൻ്റെ മൈൻഡിൽ ഉണ്ടാവുന്ന പോലും എനിക്കറിയാം. പഴയ പോലെ എന്തായാലും അവളിനി ഉണ്ടാവില്ല. കാരണം അവളുടെ ലൈഫിൽ കുറേ റെസ്പോൺസിബിലിറ്റീസ്, ഹാപ്പിനെസ്, അങ്ങനെയുള്ള എന്താ പറയുക, ഒരു കുട്ടിത്തൊക്കെ മാറിയിട്ട് ഒരു എന്താ പറയുക ലൈഫിൽ സീരിയസ് ആകുന്ന ഒരു ഫേസിലേക്ക് അവൾ പോവാണ്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ട്. എന്നാലും ലൈഫിൽ മാറ്റങ്ങൾ വരണം. എന്നെപ്പോലെ കാലാകാലം അൺമാരീഡ് ആൻറ്റീസ് ആയിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്, ആൻഡ് ഓൾസോ ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. ഒരു പ്ലാനിങ്സ് ഒന്നുമില്ല, ഒറ്റ കാര്യമുള്ളൂ, ഭയങ്കര സന്തോഷത്തോടെ ആ ഒരു മാരേജ് കഴിയണം. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അവളുടെ ഫ്രണ്ട്സിനെയും കാട്ടി കൂടുതൽ മിക്കവാറും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവാൻ. ഇതാണ് ഞാനിന്ന് എടുക്കാവുന്ന സാരി. അപ്പോൾ ഇതാണ് ഈ സാരീൻ്റെ നെക്ക് പോർഷൻ വരുന്നത്. മാരേജിന് അവൾ റെഡ് കളറാണ്. അപ്പോൾ എനിക്കും റെഡ് മാരേജിന് ഇടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ബട്ട് മെഹന്തി നൈറ്റിലാണ് ഞാൻ ഈ റെഡ് ഇടാൻ പോകുന്നത്. ഡ്രസ്സസൊക്കെ ഞാൻ പുറത്തേക്ക് അടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു പീസിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചൊരു സാധനമാണ്. നെക്ക് പോർഷൻസിലും പിന്നെ ഈ തുകിലിൻ്റെ എൻഡിങ്ങിലും മാത്രമേ ഡിസൈൻ വരുന്നുള്ളൂ. പക്ഷേ ഈ സാരി ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇതിൽ മാരേജിന് എടുക്കാൻ പറ്റിയൊരു സാരിയാണ്. ബട്ട് എനിക്ക് മൈലാഞ്ചിക്ക് സാരി എടുക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഇന്ന് എടുത്തത്. എന്തായാലും ഒരു പേജ് ഞാൻ ഇവിടെ കൊടുക്കാം. ഭയങ്കര എക്സൈറ്റഡ് ഞാൻ ഈ സാരി എടുക്കാൻ. ഓളെ കല്യാണത്തിനെക്കാട്ടി കൂടുതൽ എനിക്ക് എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് മൈലാഞ്ചിക്ക് സാരി എടുക്കാൻ പറ്റും, ആൻഡ് എക്സ്പെഷ്യലി ഈ റെഡ് കളർ സാരി എടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആക്കുന്നത്. ഞാൻ എൻ്റെ ഓർണമെന്റ്സും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. കൂടുതൽ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല, കൈക്ക് മാത്രമേ വർക്കുള്ളൂ. ഇതിന്റെ കൂടെ വെയർ ചെയ്യാൻ പോകുന്ന ഇയറിംഗ്സ് എന്ന് പറയുന്നത് ഇതാണ്. നൈസ് അല്ലേ? ആൻഡ് കുറച്ച് ബാംഗിൾസ്. ഇത് ആക്ച്വലി എൻ്റെതല്ല, എൻ്റെ കസിൻ്റെ ആണ്. കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം ഇത് കുറേ ആയി വാങ്ങിച്ചിട്ട്. ഈ ബാംഗിൾസ് ഒന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എന്നാലും ഞാൻ പോയിട്ട് റെഡി ആവട്ടെ. അപ്പോഴത്തേക്ക് നിങ്ങൾ അരികുതി സീരിയലിൻ്റെ ചെറിയ വിശേഷങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. കറക്റ്റ് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അരികുത്തി സീരിയൽ, പട്ടിടിക്കൽ, അരികുത്ത് കല്യാണം, ഇങ്ങനെ പല പേരുകളിൽ ഈ ഒരു സെറമണി അറിയപ്പെടുന്നുണ്ട്. ഇനി സാരി ഒന്നും എൻ്റെ അല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ. പക്ഷെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത ഓർണമെന്റ്സ് മൊത്തം ഞാൻ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് വാങ്ങിച്ചതാണ്. ഇതൊക്കെ ഇനി എപ്പോഴുന്ന പോലും എനിക്കറിയാം. പിന്നെ ഇതോളം ഫാമിലി നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട്സ് അധികം ആൾക്കാരൊന്നും ഇല്ല, ഞാനും മുർഷി മാത്രമേ ഉള്ളൂ. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മളെ ബ്രൈഡ് റെഡി ആയിട്ട് സെറ്റായിട്ടാണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് ഞാനുള്ള ഒരു ബ്രൈഡൽ ലുക്കിലൊക്കെ കാണുന്നത്. മെയിനായിട്ട് പഴയ ആൾക്കാർ ആ ട്രഡീഷണൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ പണ്ട് കാലത്തെ ബ്രൈഡ് ഒരുങ്ങിയതുപോലെ നടന്നൊരു കുക്കി എടുത്ത് മുടിയൊക്കെ മുടഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ മുല്ലപ്പൊക്കെ ചുറ്റി അങ്ങനെ ഒരു പഴയ കാലത്ത് ബ്രൈഡിനെ പോലെയാണ് അവൾ ഒരുങ്ങിയത്. മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താ, നല്ല ഫോട്ടോസും നല്ല വീഡിയോസും കിട്ടും. അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് 3-4 മണി ആ ഒരു ടൈമിലാണ് നമ്മൾ പരിപാടി മൊത്തം പ്ലാൻ. അവിടെ എത്തുമ്പോഴത്തേക്ക് ബ്രൈഡൊക്കെ റെഡി ആയിരുന്നെങ്കിലും അവരുടെ കസിൻസ് പകുതി ആൾക്കാരും റെഡി ആയിട്ട്. ഒന്നാമത് നല്ല മയക്കാറുണ്ട്, രണ്ടാമത് ഏകദേശം സൺലൈറ്റ് പോകാനായിട്ടുണ്ട്. അതുകൊണ്ട് റെഡി ആയ ആൾക്കാർ മാത്രമായിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ചാൾ മാത്രമായിട്ട് അങ്ങ് പോയി. അവളെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലാണ് നമ്മൾ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തത്. നമ്മൾ വിചാരിച്ച പോലെ അത്ര പക്ക ട്രഡീഷണൽ ഒരു ലുക്കില്ലെങ്കിലും പിന്നെ വേറൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ലാസ്റ്റ് അവിടെ ഫൈനലൈസ് ചെയ്തു. ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ്. സാധാരണഗതിയിൽ ഞാൻ ഈ കല്യാണത്തിന്റെ വീഡിയോസ് കാണല് ഒന്നിക്കലി ഈ റേഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും, പിന്നെ ഒലക്കെടുത്തിട്ട് ഇങ്ങനെ കുത്തും. സാധാരണ ഞാൻ അങ്ങനെയാണ് കാണല്. പക്ഷെ നമുക്ക് ഒന്നും പോരാ, നമുക്ക് വെറൈറ്റി വേണം. അതുകൊണ്ട് കുറെ ആലോചിച്ച് നോക്കി പഴയ കാലത്തെ ബ്രൈഡൊക്കെ എന്താണ് ചെയ്യല്. അങ്ങനെ ഓടിയൊരു ഐഡിയ ആണ് ഈ മുറത്തിൽ ഇങ്ങനെ അരി പാറ്റില്. സംഭവം ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ വീഡിയോസിൽ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ തൂണിന്റെ അടുത്ത് നോക്കിയെന്ന് ചിരിക്കലും വെള്ളം വലിക്കലും പിന്നെ തോയിമാർ ഓരോന്ന് പറയുമ്പോൾ കണ്ണു കുത്തിയിട്ട് നാണം കൊണ്ട് ചിരിക്കലും അങ്ങനെ കുറച്ച് കലാപരിപാടികളും കൂടി ഷൂട്ട് ചെയ്ത് കുത്തി കയറ്റി. ഇപ്പോൾ വീഡിയോന്റെ ഔട്ട്ലുക്ക് അധികം മോശമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോസിന് ആ വീഡിയോന്റെ ലാസ്റ്റ് കൊടുക്കാം. ഇഷ്ടമീ ഫാത്തിമ
അപ്പോൾ എന്താ അഭിപ്രായം, എങ്ങനെയുണ്ട് നമ്മുടെ അരികുത്ത് കല്യാണം? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അപ്പോൾ ഈ തിളങ്ങി നിൽക്കുന്ന നിങ്ങൾ കാണുന്നു, ഞാൻ എന്തായാലും മാറ്റി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തിട്ട്. ആ വരുന്നതാണ് നമ്മുടെ ഫ്രണ്ട്സിന്റെ വണ്ടി. നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ഒരാളെ മാത്രമേ കുറവുള്ളൂ, ബാക്കി എല്ലാവരും ഇന്ന്. ഇവിടുന്ന് നേരെ ഇനി മുർഷിന്റെ വീട്ടിൽ പോയിട്ട് ഓളയും കൂടി പിക്ക് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ് മംഗല വീട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഓല മാറ്റിയിടണമായിരിക്കും എന്നല്ലേ? നല്ല ആംഗിൾ എടുക്കണോ ഷംറസ്? ഇപ്പൊ ശരിയായി കൊടുക്കല്ലേ? നല്ല ആംഗിൾ കല്യാണത്തിന് പോകുന്ന നമ്മൾ ഗൈസ്. നമ്മൾ നല്ലോണം ലേറ്റായി, ഓളവിടെ മാറ്റി റെഡി ആയിട്ട് നമ്മളെ വെയിറ്റ് ആക്കി നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലോണം നോക്കിക്കോ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇപ്പം കണ്ടത് കണ്ടി ഇനി കാണാൻ പറ്റിയെന്ന് വരില്ല. സാരി എടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു തേങ്ങ നടന്നിട്ടില്ല. ബ്രൈഡ് റെഡി ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മളെല്ലാവരും കയറി അവളെ അറിയൊക്കെ ഒന്ന് കണ്ട്, അവളെ ഉമ്മാനെയും വീട്ടുകാരെയൊക്കെ ഒന്ന് കണ്ട് മംഗളത്തിന്റെ ആ ഒരു വൈബ് ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി മംഗല വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, ബ്രൈഡൊക്കെ വന്നു കഴിഞ്ഞാലല്ലേ ആ ഒരു വൈബ് അങ്ങെത്തുള്ളൂ. ഇതാണ് നമ്മൾ അനുഭവിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളി. ആൻഡ് എനിക്ക് ഈ ഒരു ദിവസം ഭയങ്കര ഇമോഷണൽ ആൻഡ് സ്പെഷ്യൽ ആയിട്ട് തോന്നിയ ഒരു മൊമെന്റ് ഇത്. അതുപോലെ എനിക്ക് നല്ല പൂതി ഉണ്ടായിരുന്നു അവളെ ഫസ്റ്റ് ആയിട്ട് ബ്രൈഡൽ ലുക്കിൽ കാണുമ്പോൾ ഒരു റിയാക്ഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഈ ഒരു ബ്രൈഡും ഈ ഒരു മൊമെന്റും എൻ്റെ ക്ലോസ് ടു ഹാർട്ടായിട്ട് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യും. ബ്രൈഡിനെ കണ്ട ആ ഒരു മൊമെന്റിൽ മനസ്സിൽ വല്ലാത്തൊരു എന്താ പറയാ സന്തോഷം കൊണ്ടുണ്ടാകുന്ന ഒരു ഇമോഷണൽ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതായിരുന്നു കംപ്ലീറ്റ്ലി എന്റെ മൈൻഡിൽ ഫിൽ ആയത്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തത്തിൽ ഒരു പാർട്ടി മൂഡായിരുന്നു. ഡാൻസും പാട്ടും കൈമുട്ടലും ഒക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ആയിരുന്നു. മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോപ്പിറൈറ്റ് കാരണം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. എന്തായാലും അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം ഡെപ്തിൽ എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നറിയില്ല, എന്നാലും ആ വീഡിയോസ് ഒക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. കല്യാണ ദിവസം ഉണ്ടായ ഹാപ്പിനെസ്സും പാട്ടും ഡാൻസും ആ ഒരു വൈബും കംപ്ലീറ്റ്ലി 1-2 മിനിറ്റിൽ ഒതുക്കിയ ഒരു ഡോക്യുമെന്റ് വീഡിയോ ആയിട്ടാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ മൈലാഞ്ചിനന്ന് കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു 4 മണി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മംഗളത്തിൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്കൊരുവിധം ഡ്രസ്സസ് ഒന്നും ഇഷ്ടാവില്ല, അങ്ങനെ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടാണ് അവസാനം എനിക്കിത് കിട്ടിയത്. ഒരു പാകിസ്ഥാനി സ്യൂട്ടാണ്. എനിക്കിതിൽ കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു കളറാണ്. ഞാൻ പൊതുവേ ഡാർക്ക് ഷെയ്ഡ്സ് എടുക്കലുള്ളൂ, എനിക്കതാണ് കൂടുതൽ ചേരാൻ. കല്യാണത്തിന് ബ്രൈഡിൻ്റെ സെയിം കളർ എടുക്കണം, ലെഹങ്ക എടുക്കണം, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പ്ലാനിങ്. പിന്നെ എന്തായാലും ഞാനതൊന്നും റീയൂസ് ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ടാണ് കംപ്ലീറ്റ് പ്ലാൻ ഞാൻ ഒഴിവാക്കി. കൂടുതൽ ഓർണമെന്റ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, ഒരു ഹെവി ഇയറിംഗ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഇയറിംഗ്സ് തന്നെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ബാംഗിൾസ് മാത്രമേ യൂസ് ചെയ്ത്, അത് ഇന്നലെ യൂസ് ചെയ്ത സെയിം സാധനം തന്നെയാണ്. പിന്നെ ഈ മസ്കാര മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കല്യാണത്തിന് വേണ്ടിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം. കാരണം ഞാൻ മേക്കപ്പ് തീരെ യൂസ് ചെയ്യാത്ത ഒരാളാണ്. എന്ന് വെച്ചാൽ ഈ ലിപ്സ്റ്റിക്, ഐലൈനർ, പൗഡർ അങ്ങനത്തൊന്നും അല്ല, ഈ കൺസീലർ, ഫൗണ്ടേഷൻ അങ്ങനത്തൊന്നും യൂസ് ചെയ്യാറേ ഇല്ല. എന്തായാലും ഇതിൻ്റെയൊക്കെ റിവ്യൂ ഇൻഷാല്ലാ ഞാൻ ചെയ്യാം. അപ്പോൾ ഞാൻ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്, പോയിട്ട് റെഡി ആവട്ടെ. ഞാൻ മാറ്റി റെഡിയായി കറക്റ്റ് ടൈമിൽ തന്നെ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ട്. ഞാനും ഉമ്മയും അനിയത്തിയും ഉണ്ട്. അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അവരവിടെ നിൽക്കുന്നത്. ഇനി 2 ആൾക്കാരെയും കൂടി പിക്ക് ചെയ്തിട്ട് നേരെ കല്യാണ വീട്ടിലേക്ക് പോകണം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പറ്റി ചില ഇങ്ങനെ പറയുമെങ്കിലും ഈ ബോയ്സിനൊക്കെ ആദ്യമായിട്ടാണ് ഉമ്മ ഇന്ന് കാണുന്നത്. അവരാണെങ്കിൽ ഡീസൻസി അഭിനയിച്ച് മരിക്കുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ അതിൽ വീണ്. ഇപ്പോൾ ഉമ്മാക്ക് എൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയിട്ട് ഭയങ്കര അഭിപ്രായം. എൻ്റെ പല വീഡിയോസിൽ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പോൾ എല്ലാവരും ഇനി നേരെ മംഗല വീട്ടിലേക്ക് പോകണം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രൈഡിനും ഗ്രൂമിനും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കരുതിയിട്ട് बस मेरे साथ ये जोड़ी तेरी सजदी वे रूप ऐसा सुहाना तेरा चांद भी है दीवाना तेरा जाने कैसे बांधी तूने आँखियों के डोर मन मेरा खिंचा चला आया तेरी ओर मेरे चेहरे की शोभा जुल्फों के शाम मेरा सब कुछ है
കാരണമാണ്. എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാ എടാ ഇത് നീയല്ലേ? കാരണവരുടെ ഐഡിയ പറയാം, മെൻഷൻ ചെയ്യട്ടെ. അസറിന് ശേഷമായിരുന്നു നിക്കാഹ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ചെയ്യാനില്ലല്ലോ. എല്ലാവരും നിക്കാഹിന് പോയി. അതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഫുഡ് കഴിച്ച് ചെയ്യാനോടെ നമ്മൾ ബീച്ചിലേക്ക് പോയി. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി സെക്കൻഡ് വീട്ടിൽ നിന്ന് പ്യാപ്പിളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു 6-6:30 മണി എന്തായാലും അതുവരെ കല്യാണ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യാനാ. അതുകൊണ്ടാണ് ബീച്ചിലേക്ക് പോയത്. അവിടെയാണെങ്കിലും ഒടുക്കത്ത ബ്ലോക്ക്. ഈ ബീച്ച് എൻ്റെ ഐഡിയ ആയിരുന്നില്ല, ഈ പിള്ളേർ പ്ലാൻ ചെയ്തതാണ്. ആ ടൈമിൽ ഞാൻ വേറെ എന്തോ കാര്യമായ പരിപാടിയിലായിരുന്നു. അതുകൊണ്ട് എന്തായി കുറച്ച് അധികം ടൈമിൽ ബ്ലോക്കിൽ തന്നെ വിട്ട്. പിന്നെ ബീച്ചിന്റെ കാര്യമായിട്ട് എന്ത് ചെയ്യാനാ, ഫോട്ടോ എടുക്കാനുള്ള ഒരു മൂഡിലായിരുന്നില്ല. അതുകൊണ്ട് ഒരു പട്ടം കണ്ടപ്പോൾ അത് വാങ്ങിച്ചിട്ടങ്ങ് പുറത്തി. പക്ഷെ എൻ്റെ പട്ടം അത് വിജയിച്ചു. നല്ല ഹൈറ്റിൽ എൻ്റെ പട്ടം പോയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ കല്യാണ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കി പ്യാപ്പിള എത്താനായി എന്നുള്ള ഒരു സൂചന കിട്ടിയപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ചു. നമ്മൾ എത്തിയതാണെങ്കിൽ കറക്റ്റ് ടൈമിലാണ് ചെക്കൻ എത്തുന്നേ ഉള്ളൂ. ബ്രൈഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നെഞ്ചടിപ്പ് കൂടുന്നൊരു ടൈമാണല്ലോ ഇത്. അങ്ങനെ കുറെ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട്. പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നാളെ വരുമ്പോൾ ഒരു വൈബ് ഉണ്ടല്ലോ, അവരെ കൂടെ മുട്ടിപ്പാട്ടിന് പിടിച്ചേക്കാൻ വേണ്ടിയിട്ട് പെണ്ണിന്റെ വീട്ടുകാരാവുന്നത് ശ്രമിക്കും. പക്ഷെ അധികവും പാളിപ്പോകാറാണ് പതിവ്. പക്ഷെ നമ്മളത് അങ്ങനെ പാളിയിട്ടില്ല, കാരണം മുന്നിൽ ഞാനുണ്ടല്ലോ. വെറുതെ ഓവറാക്കിയതാ. അവളെ വീട്ടുകാർ അത്യാവശ്യം നല്ല വൈബുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഒപ്പത്തിനൊപ്പമായിരുന്നു എല്ലാ കാര്യത്തിലും. ഞാൻ എന്തായാലും അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ വല്ലാണ്ട് ഇമോഷണൽ ആയിപ്പോ ഒരു മൊമെന്റ് ചെയ്ത് ഓട് കരഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളും കരയില്ലായിരുന്നു. സന്തോഷമാണ്, ഹാപ്പിനെസ് ആണ് അറിയാം. എന്നാലും മോള് പോകുന്ന കാണുമ്പോൾ ഒരു സങ്കടം. तुझको पुकारे तेरी परछाइयाँ